എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ്. മത്തങ്ങയും പയറും വെച്ചിട്ടുള്ള എരിശ്ശേരി ഉണ്ട്. ഇന്ന് വ്യത്യസ്തമായിട്ട് ചെറുപയർ പരിപ്പും ചേനയും കായയും വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരി. ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്ത് വയ്ക്കാം. പിന്നെ ഇതാ ഒരു കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ചേനയും. അപ്പോൾ കായ തൊലി കളഞ്ഞിട്ട് നമ്മൾ കാളനൊക്കെ അരിയുന്ന രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര കപ്പ് നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 3-4 വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട്. ചെറുപയർ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചേനയും കായയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ ഇതൊന്ന് അടുപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. 3-4 ഉള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, നല്ല ബ്രൗൺ കളർ പോലെ. പിന്നെ ഇതിലേക്ക് നമ്മുടെ കൊല്ലമുളക് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് വറുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട്. അതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചേനയും കായയും പയറൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കടിക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേങ്ങ അരപ്പുണ്ടല്ലോ, അതുതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് തള വന്ന് തരണം. ഇതിൽ ഇച്ചിരി ഉപ്പിൻ്റെ പോരായ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇച്ചിരി ലൂസായിട്ടല്ലേ, കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല കട്ടയായിട്ട് വരും കേട്ടോ. കുറച്ചും കൂടി കുറുകി വരും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു കൂട്ടാനാണ് കേട്ടോ, അടിപൊളി എരിശ്ശേരി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.